അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ 3-ാമത്തെ ദിവസം തുടങ്ങുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് വിസിറ്റ് പറഞ്ഞാൽ നമ്മൾ ദ്വാരക ടെമ്പിളാണ്. എന്നിട്ടാ ഇതാ ദ്വാരകേൻ്റെ എൻട്രി ഗേറ്റ്, എൻട്രൻസ് ഇടേണ്ട ആനേൻ്റെ ഇതെല്ലാം ഉണ്ട്. ഉള്ളിൽ കയറിയിട്ടുള്ള റോഡാണോ ജസ്റ്റ് അമ്പലം എവിടെയാണെന്നുള്ളത് നോക്കണം. ഇതാണ് ദ്വാരക അമ്പലത്തിലേക്കുള്ള ഒരു നീണ്ട നടപ്പ. ഇതുപോലത്തെ ഉള്ളതാണ് റോഡ് തന്നെ, ചെറിയ റോഡ്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കടകളും പീടികളും മറ്റേ ചന്തകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ജഗത് മന്ദിർ എന്നും പറയും ദ്വാരക അമ്പലം, പിന്നെ അല്ലെങ്കിൽ ദ്വാരകാധീഷ് ടെമ്പിൾ എന്നും പറയും. ദ്വാരകാധീഷ് എന്ന് പറഞ്ഞാൽ ദ്വാരകയുടെ രാജാവ് എന്നുള്ളതിൽ. ഈ കാണുന്നതാണ് സുദാമ സേതു. അതായത് നമ്മളെ ദ്വാരകാധീഷ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ ഗോമതി പുഴയുടെ തീരത്താണ്. അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്ത് പഞ്ചൂക്കി തീർത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ ദ്വീപുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ വേണ്ടിയിട്ട്, നടത്തത്തിൻ്റെ മാത്രമാണ്, വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സുദാമ നമ്മളെ കൃഷ്ണൻ്റെ ചങ്ങായി ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് സുദാമ സേതു പണി കഴിപ്പിച്ചത്. 2005 ഇതിൻ്റെ പദ്ധതി രൂപം കൊണ്ടത്. പണി തീർന്നത് 2016 പക്ഷെ ഇപ്പം നിലവിൽ ഇത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്ന വേറൊരു സാധനമാണ് ഈ തൈര് കടഞ്ഞിട്ട് നമ്മളെ മോരും വെള്ളം പോലെ ആക്കിയിട്ട് നല്ല തണുത്ത സംഭാരം പോലത്തെ. അത് കൃഷ്ണൻ്റെ ഇതാകുമ്പോൾ ഇവർ പാലും ആ ഒരു സെറ്റപ്പ് ആണിത്. അപ്പോൾ കയറി വരുമ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ കുറേ പീടികളും ചന്തകളെല്ലാം നമ്മളെ പറശ്ശിനിയിലെല്ലാം പോകുന്ന ആ ഒരു ഫീലാണുള്ളത്. അതൊരു ഇരുവശത്തും ഇതുപോലെ തന്നെ കാണുന്നില്ലേ, കാണാൻ പറ്റും. ഓടക്കോയിലിൻ്റെ ഒരു ഇത് പ്രത്യേകമുണ്ട്. കൃഷ്ണൻ്റെ അമ്പലമാകുമ്പോൾ ഓടക്കോയിൽ എന്തായാലും വേണമല്ലോ. പിന്നെ അതുപോലെ കുറേ മയിൽപ്പീലിൻ്റെ ഇതുമുണ്ട്. ഉള്ളിലൊരു വൃത്തി കുറച്ച് കുറവാണ് ഇവിടെ. ചെറിയ ഒരു ഇടുക്ക് വഴി പോലത്തെയും ഒരു ആ ഒരു നമ്മളെ നാടിൻ്റെ ആ ഒരു ഇതോ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട സോമനാഥിൻ്റെ ആ ഒരു ശൈലിയിലുള്ള വൃത്തി ഇവിടെ ഇല്ല, കുറവാണ്. ഇതാ ഓടക്കുഴൽ ഞാൻ ഇപ്പം പറഞ്ഞേ. ഇതൊരു കുറേ സ്റ്റെപ്പ് കുറച്ച് കയറിയിട്ട് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു പോകേണ്ടത്. ഓളന്ന് ആള് കുറേ ഇറങ്ങി വരുന്ന കാണുന്നുണ്ട്. ബാക്കി നോക്കണം. ഒരാൾ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ അടുത്ത് ക്ഷീണിച്ചു. വീഡിയോ ഈ പറഞ്ഞ പോലെ വീഡിയോ ഉള്ളിലേക്ക് പറ്റില്ല, അതായത് ഫോട്ടോ ഇതൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു കരുതുന്നത്. ഇതാണ് അമ്പലം. സംഭവം നല്ല വൃത്തിയും ഉള്ളിൽ നല്ല ഇതുണ്ട്. നമ്മളെ അതേപോലെ നല്ല ഒരു പഴയ ഒരു ആർക്കിടെക്ചറിൽ ഭയങ്കര തന്നെയാണ്. പിന്നെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മളെ പൊതുവേ ഇല്ല നോർത്ത് ഇന്ത്യൻ്റെ അതേ തന്നെ ഇവരെ തുപ്പിക്കൂട്ടിയ പരിപാടിയുണ്ട്. വൃത്തി തീരെയില്ല, പുറത്തെ വൃത്തി തീരെയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോമതി പുഴ. അപ്പോൾ അതും കരക്കും ആടിയോടെയൊക്കെ വേസ്റ്റ് ഇട്ടതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വൃത്തിയില്ലാത്തതാണ്. ഇങ്ങോട്ട് പിന്നെ ചെറിയൊരു ഇങ്ങനെ നടന്ന ഒരു ഇതാണ്, മറ്റേ ഘാട്ട് പോലെ നമ്മളെ മറ്റേ കാശിയിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ അങ്ങനെ കുറേ അങ്ങനെ നീളത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഇവരെന്തോ ഒരു പൂജയോ എന്തോ ആചാരം എന്തോ ആണ്. ഒരു ചെറിയൊരു കോപ്പയിൽ ചെറിയ ഇങ്ങനെ കർപ്പൂരം പോലത്തെ ഒരു ഇത് കത്തിച്ചിട്ട് ഇങ്ങനെ ഒഴുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അതാ ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് പുഴയിലേക്ക്. അതിൻ്റെ പുറകിലുള്ള ഇതെന്നാന്ന് അറിയില്ല. നമ്മളെ കല്യാണരാമൻ സിനിമയിലെ കഥയിലെ രാജകുമാരനും രാജകുമാരിയോ അങ്ങനെ വല്ലതും ആയിരിക്കും. പിന്നെ ഇവിടെ വേറൊരു ഇത് പറഞ്ഞാൽ ഇതാ ഒരുപാട് മീൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെല്ലോ ഒരു ഇതാക്കലുണ്ട്. മറ്റേ വെല്ലമൊക്കെ കലക്കിയിട്ട് ഒരു ഉണ്ട പോലെല്ലാം ആക്കിയിട്ട്. നമ്മളെ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ഇല്ല, കുറേ ടീഷർട്ടുകളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ പിന്നെ ആദ്യം നമ്മളെ കൊണ്ടാട്ടി ഓൺലൈനിലെല്ലാം വാങ്ങിന് രണ്ടാക്കും. ഇതാ ഓൺലൈനിൽ വാങ്ങിയിട്ട് ആദ്യം ഇട്ടിട്ട് വന്നതാണ്. 2 ദിവസമായിട്ട് ഒരാളുടെ മെയിൻ ആഹാരം ഇതാണ്, ഇളനീൻ. വേറെ ഒന്നുമില്ല, ഇതന്നെ വെള്ളം, ഇളനീൻ വെള്ളവും ഇളനീന് തിന്നാലും. ഫുഡെല്ലാം കുറവ് തന്നെ.
ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കച്ചറേൻ്റെ ഇത് കണ്ട, ഇതാണ് പറഞ്ഞ ഗോമതി പുഴ. അങ്ങ് കാണുന്നതാണ് അമ്പലം, പിന്നെ സുധാമ സേതു. അപ്പോൾ കച്ചറേൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റി. പുഴേൻ്റെ ഇങ്ങനെ അങ്ങനത്തെ ഓളില്ല. വൃത്തി എന്ന് പറയുന്നത് തീരെ ഇല്ല. ഇവിടെ എപ്പോഴും നമ്മൾ പോകുന്ന അറിയാം, നമ്മൾ പോകുന്ന രുക്മണി ദേവി ടെമ്പിൾ കേട്ടാ. രുക്മണി ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ, രുക്മണി എന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ, രാജാവായ കൃഷ്ണന്റെ റാണി, രാജ്ഞി കേട്ടാ. ഈ കാണുന്നതാണ് രുക്മണി ദേവി ടെമ്പിൾ. ഇവിടെ ഗേറ്റിൽ മറ്റേതുപോലെ ഫോൺ എടുത്തുവിടാതെയോ അല്ല അങ്ങനത്തെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ അധികം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്നുള്ളിൽ കയറി നോക്കാം എങ്ങനെ എന്താണെന്നുള്ളത്. जन सेवा के नाम से, पितृदेव के नाम से, ओ भाई साहब, ओ भैया, हेलो. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ ചെറിയ അമ്പലം നിങ്ങൾ കാണാൻ പറ്റും. ചെറിയൊരു ഇതാണ്, അധികം തിരക്കൊന്നുമില്ല. ഉള്ളിൽ ജസ്റ്റ് ഒരു ഇതായിരുന്നു. ഇതിൻ്റെ പുറത്ത് വന്നാൽ കടൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, കടൽ തീരാണ്. എന്താണെന്നറിയില്ല. ഒരു രുക്മണി ദേവി ടെമ്പിളിലും കൂടി കറങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ ഇന്ന് പോവാണ്, ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ദ്വാരക വരുന്നവരെന്ന് വെച്ചാൽ ഈ ഒരു അമ്പലം കൂടി സന്ദർശിക്കാതെ ദ്വാരക ട്രിപ്പ് പൂർത്തിയായില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് അവിടുന്ന് ദ്വാരകയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് തരും. കാരണം അമ്പലത്തിൽ ഇത് പറ്റാത്തതുകൊണ്ട് പുറത്തിങ്ങനെ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്, അതിൻ്റെ ഇതാണ്. അപ്പോൾ ദ്വാരക ട്രിപ്പ് അങ്ങനെ കംപ്ലീറ്റ് ആയല്ലേ. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ ചൂട്ടാ പോവാ? യെസ്, ഇവിടുന്ന് ഇനി ഭുജിലേക്ക് അല്ലേ. അപ്പോൾ അടുത്ത ഭുജ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ.